സെവൻത് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ തെരുവ് നായ ആക്രമിച്ചു. ഫോർട്ട് കൊച്ചി കമാലക്കടവിൽ മത്സ്യബന്ധനം കഴിഞ്ഞു വരികയായിരുന്ന യുവാവിന് തെരുവ് നായയുടെ കടിയേറ്റു. ആലപ്പുഴ ചേർത്തല സ്വദേശി തൈക്കൽ വീട്ടിൽ കിരൺദാസ് എന്ന 32-കാരനാണ് കടിയേറ്റത്. ഇയാൾ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊച്ചി നഗരസഭ തെരുവുനായ ആക്രമണങ്ങൾ തടയാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പോലുള്ള ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലാണ് നായയുടെ ശല്യം ഏറെ രൂക്ഷമായിട്ടുള്ളത്. നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിദേശികളും സ്വദേശികളുമായ ആളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബീച്ചിലേക്കോ അല്ലെങ്കിൽ പരിസരത്തോ നടന്നെത്താൻ കഴിയുന്നില്ല. പട്ടികൾ കടിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് അധികാരികൾ അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരം ഒരു പ്രവണത ആരംഭിക്കുന്നത്. കമാലക്കടവ് ജെട്ടിക്ക് സമീപം ഇപ്പോഴുണ്ടായ സംഭവമാണ്. നായശല്യത്തിന് അടിയന്തര പരിഹാരമായി ABC സെന്ററുകൾ ശക്തിപ്പെടുത്തി ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച സ്റ്റെറിലൈസേഷനും വാക്സിനേഷൻ നടപ്പാക്കാനും അടഞ്ഞു നടക്കുന്ന അക്രമകാരികളായ നായകളെ പുനരധിവസിപ്പിക്കാനും അതിനായുള്ള അഡോപ്ഷൻ വെബ്സൈറ്റിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും തെരുവുകളിൽ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നിയന്ത്രണവും ഒപ്പം നായരാക്രമണത്തിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണമെന്നും റാപ്പിഡ് റെസ്പോൺസ് യൂണിറ്റുകളുടെ സേവനം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.